ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളിന്നൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സിന് ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ പെറ്റ്സിനെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. ഇതാണ് സംഭവം. ഇതിൻ്റെ പേര് പെറ്റ് സീറ്റ് കവർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനിത് ഒരുപാട് നാളായി ഇത് മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. ഇതെന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലുള്ള പെറ്റ്സിനെയൊക്കെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുകയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി, അതായത് കാറായിക്കോട്ടെ, ഇവരുടെ ഹെയർ കൊഴിഞ്ഞ് അല്ലെങ്കിൽ രോമമായി എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് ഇനി വേണ്ട. കാരണം ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇവരെ കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മുടെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, എന്താ പറയുക, ഇത് എന്താ പറയുക, ഫ്രീ സൈസാണിത്. ഇത് മിക്ക വണ്ടികളിലും ഇത് എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഇത് കംഫർട്ടബിൾ ആണ്, കറക്റ്റ് സീറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് അതുപോലെ തന്നെ ഇത് എന്താ പറയുക, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രോമമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്താ പറയുക, അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് എവിടെയെങ്കിലും എടുത്തു വയ്ക്കാനും പറ്റും. കാരണം കണ്ടത് ഇത് വലിയൊരു ഷീറ്റാണിത്, പക്ഷെ ഇത് വളരെ ചെറിയൊരു ബോക്സിലാക്കി നമുക്ക് എടുത്തു വയ്ക്കാം. ഇത് ബോക്സ് വേണമെന്നില്ല, നമുക്ക് ചെറിയൊരു എന്താ പറയുക, എവിടെയെങ്കിലും ഇത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടികളാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ പെറ്റ്സിനെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ ഒന്നിന് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക മാറ്റമുണ്ട്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഇരുന്നോളും. ഇനിയിപ്പോൾ ഇവർ ഇതിനകത്ത് യൂറിൻ പാസ് ചെയ്താൽ പോലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് പോകത്തില്ല. സീറ്റ് കയറി തന്നെ ഇത് താഴേക്ക് പോവാതെ തന്നെ കിടന്നോളും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നും ഇവൾക്ക് വേണ്ടി വാങ്ങിയേണ്ട അല്ലേ? ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഇത് ഞാൻ 100% ഉറപ്പ് വരുന്നു. ഇത് പല കമ്പനികളും ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ മേടിക്കുമ്പോൾ സൂക്ഷിക്കുക. ചിലതൊക്കെ ആളുകൾ മേടിച്ചിട്ട് റിട്ടേൺ വിട്ടതൊക്കെ ഉണ്ടാവും. എനിക്ക് ആദ്യം ഒരെണ്ണം ഇതുപോലെ വന്നു, പിന്നെ രണ്ടാമത് ഞാൻ വിട്ടപ്പോഴാണ് ഇത്തിരി ക്വാളിറ്റി ഉള്ളത് രണ്ടാമത് വന്നത്. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇതെന്തായാലും നഷ്ടമാവില്ല ഡോഗ്സ് ഉള്ള ആളുകൾക്ക് കിട്ടുക. ഇപ്പോൾ ഡോഗ്സ് മാത്രമല്ല എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ കൊണ്ടുപോകണത് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റായിട്ട് താഴേക്ക് വീഴുന്ന ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും എന്നാണ് തോന്നുന്നത്. എന്നാലും നമ്മളുടെ വണ്ടിയുടെ സീറ്റ് എന്തായാലും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു സംഭവം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇയാൾ ഓടിപ്പോകുന്ന അറിയില്ല, അവിടെ ഇരിക്കും കേട്ടോ. വ്യൂ പറഞ്ഞു കഴിയണവരെ അവിടെ അനങ്ങാതെ ഇരുന്നോളാം. ഓക്കെയാണോ? ആൾ ഓക്കെ ആണെന്നാണ്, ചിലപ്പോൾ ചാടി പോകും. അപ്പോൾ ഗെയ്സ്, ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ കവർമ്മ തന്നെ ഒരു ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഡോഗ് ക്യാറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഉള്ള അനിമൽസിനൊക്കെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സീറ്റ് എപ്പോഴും കംഫർട്ടാണ്. അപ്പോൾ സീറ്റ് നമുക്ക് വേറെ വല്ല സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരേ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനും വളരെ ഉപകാരപ്രദമാണ്. ഞാൻ പൊട്ടിച്ചേരാം, കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് വണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിൽ മതി. അല്ലെങ്കിൽ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയിൽ ഹെയറും ഒക്കെ ആക്കി എനിക്ക് പണി കൂടുതലല്ലേ, അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഓക്കെ, കാണിച്ചു കൊടുക്കട്ടെ. നോക്ക്, ഇതാണ് സാധനം. എടുക്കട്ടെ. ഇതാണ് സംഭവം. ഇതാണ് സാധനം. ഇതിപ്പോൾ നല്ലോണം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞതെന്ന് വെച്ചത്, അടുത്ത് കാണിച്ചത് ഇതാണ്. ഈ യൂറിനൊക്കെ വന്നു കഴിഞ്ഞ് ഇതിങ്ങനെ നമുക്ക് തുറന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയും ചെയ്യാം. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് 2 പീസ് ഉണ്ട്. കണ്ട, അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഈ സൈഡാണ് കറക്റ്റ് ഉള്ളത്. ഇപ്പുറ സൈഡ് കുറച്ചുകൂടി ടെക്സ്ചർ ടൈപ്പാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് നല്ല വാഷബിളാണ്. വെള്ളത്തിലൊക്കെ മുക്കി നല്ല അടിപൊളിയായിട്ട് കഴുകിയിടാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അത് ഹോൾഡ് ചെയ്ത് എടുത്ത് വയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് വണ്ടിയിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് ഇടണമെന്നുള്ളത് കൂടി കാണിച്ചു തരാം. ഓക്കെ, പടി. ഇതിന് 2 ഭാഗമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സൈഡ് ടെക്സ്ചറുള്ള ടൈപ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതിലിട്ട് കഴിഞ്ഞാൽ ഈ രോമ കൊട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പുറത്തെ സൈഡുണ്ട്, ഇതാണ് ശരിക്കും നമ്മൾ വാഷബിൾ ആയിട്ടുള്ള സൈഡ്. അപ്പോൾ അത് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, നമ്മൾ ഉപകാരം ചെയ്ത് ഉപദ്രവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് വണ്ടിയിൽ ഇട്ട് നോക്കാം കേട്ടോ. ഇതിനതുപോലെ തന്നെ ലോക്ക് ഉണ്ട് കേട്ടോ. ഇത് കണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് വയ്ക്കുക. സിപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ലോക്കാണത്. ഈ ലോക്ക് വെച്ചിട്ട് നമുക്ക് സീറ്റിൽ
ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം അനങ്ങൂല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ കേട്ടോ അത്, കാരണം അത് ഇപ്പം ഇടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വീഡിയോന് വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ ഇത് ലോക്കുണ്ട്, 2 ലോക്കുണ്ട്. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിബാണത്. ഇത് വേറെ വണ്ടികളിൽ ചിലപ്പോൾ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഇടാൻ പറ്റും, വീതി കുറഞ്ഞ വണ്ടികളാണെങ്കിൽ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്കിത് ഇപ്പം നമ്മൾ ഇട്ടാക്കുന്നത് നേരെ തിരിച്ചിടാൻ പറ്റും. 2 പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഈ സൈഡിലുള്ള സീറ്റിലും ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. കണ്ടത് ഇതിപ്പോൾ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യുക, അടിപൊളിയായിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവർക്കും ഇരിക്കുക. അപ്പോൾ കേസ് ഇതാണ് സംഭവം. ഇതെന്തുകൊണ്ടും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല പക്ക കംഫർട്ടബിളാണ്. ഇതിപ്പോൾ ഈ മൃഗങ്ങൾക്ക്, അതായത് ഇവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെന്തെങ്കിലും ഒരു സ്ക്രാച്ച് ആവണം എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ്, അതായത് ഈ മാറ്റൊന്നും വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് വെച്ചിട്ട് പോവാം. സീറ്റിൽ അതുപോലെ തന്നെ സ്ക്രാച്ച് ഒന്നും ആവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മൃഗങ്ങൾ കൊച്ചുമക്കൾ, അതായത് മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പറഞ്ഞത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതുപോലുള്ള അനിമൽസിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ രോമങ്ങൾ കാര്യങ്ങളൊന്നും അലിവരം എന്നുള്ളതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്ക്രാച്ച് ആവുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ടെങ്കിൽ ഇത് നമുക്ക് സീറ്റിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇത് കയറ്റി വയ്ക്കുക. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു. ഏതിൽ നിന്നാണ് എടുത്തതെന്നുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വാങ്ങിച്ചോ, കാരണം ഇത് വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് മൃഗങ്ങളുള്ളവർക്ക് മാത്രമല്ല, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ നോക്കുക, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനെടുത്തെങ്കിൽ വളരെ ഉപകാരമാണ്. പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു കംഫർട്ടാണ്. കാരണം ഞാനിത് ഇവരെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ യാത്രകളൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്. പക്ഷേ അപ്പോൾ ഞാനിത് കുറേ നാളായി ഇതിങ്ങനെ ഇവരെ വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് വിലയും വളരെ കുറവാണ്. എനിക്കൊന്ന് 500 രൂപ താഴെയായിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നതെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയപ്പോൾ. ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ചായി, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം യാത്രകൾ കുറവായിരുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് എങ്ങനെ വന്നാലും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ നമ്മൾ അനിമൽസിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും നമ്മുടെ വണ്ടികളിലൊക്കെ സ്ക്രാച്ച് ആവാൻ സാധ്യതയുള്ള സാധനങ്ങൾ സീറ്റിൽ വെച്ച് കൊണ്ടുപോകേണ്ടി വന്നാൽ ഈ ഒരു മാറ്റ് വിരിച്ചിടുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദവുമാണ്. നമുക്ക് വണ്ടിക്ക് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ളവർ ഇത് വാങ്ങിക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. കാരണം എനിക്ക് ഇത് വളരെ ഉപകാരപ്രദമായി. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും മാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാ ക്ലോത്തൊക്കെ വിരിച്ചാണ് കൊണ്ടുപോകാറ്. പക്ഷേ ഇതെന്നാകുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രകൾ പോയി വന്നാൽ നേരെ നല്ലൊരു ടാപ്പിൻ്റെ അടിയിൽ കൊണ്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് രോമം കാര്യങ്ങളെല്ലാം പോയി ക്ലീൻ ആയി കിട്ടും. വീണ്ടും നമുക്കിത് മടക്കി എടുത്ത് വയ്ക്കാം, അടുത്ത യാത്രയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇത് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ഒരു മെറ്റീരിയലും അല്ല, ഒരു പ്ലാസ്റ്റിക് അല്ല, ഒരു നൈലോൺ ടൈപ്പ് ഒരു ക്ലോത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വാങ്ങിക്കുക, ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ നമ്മൾ ഇവളെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് നമ്മുടെ മിലി. ഇവളൊരു അമ്മയാണ്, ഒരു 5 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇവള് റിവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ ഇവളോടും ഒരു താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ കൊടുത്ത മിലി, ബായ്.